ധനു 26-നാണ് ജനനസമയം കാണുന്നത്. പിന്നെ ജന്മക്കൂറിൽ 2-ാം ഭാവാധിപൻ വ്യാഴമാണ്. കണ്ണിനും നാക്കിനും ശക്തിയേറും എന്ന് വെച്ചാ നിങ്ങളുടെ പരമ്പരയിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ കരിങ്കണ്ണനായിരിക്കും ജനിക്കാൻ പോകുന്നത്. നാടിനും വീടിനും വെറുക്കപ്പെട്ടവനായിരിക്കും അവൻ. ദുർമരണങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. കുഞ്ഞിനെ ആദ്യം കൈനീട്ടിയെടുക്കുന്ന രക്തബന്ധത്തിൽപ്പെട്ട ആൾക്ക് അപമൃത്യു വരെ സംഭവിക്കാം. ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ പണിക്കരെ? ഈ കരിങ്കണ്ണ് കാരണം ഞാനും എൻ്റെ അച്ഛനും ഒരുപാട് മനപ്രയാസം അനുഭവിച്ചു. ഇനി എൻ്റെ മകനെ കൂടെ കരിങ്കണ്ണെന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്കാവില്ല. ധനു 26-ന് അസ്തമയത്തിന് ശേഷം 5 നാഴികയും 25 വിനാഴികയും കഴിഞ്ഞ് ഉത്രാടം ആരംഭിക്കുമ്പോ മാത്രമേ കുഞ്ഞ് ജനിക്കാവൂ. എന്നുവച്ചാ ഈ 26-ാം തീയതി 12 മണിക്ക് ശേഷം മാത്രമേ കുട്ടി ജനിക്കാവൂ. 12 മണിക്ക് മുന്നേ ആണ് കുട്ടി ജനിക്കുന്നെങ്കിൽ അത് പെൺകുഞ്ഞായിരിക്കണം. പണിക്കരെ, ഈ കാര്യം പുറത്താരും അറിയരുത്. ദക്ഷിണ കുട്ടപ്പാ, തൊട്ടുകൂട്ടാൻ ഇച്ചിരി കപ്പയും മീൻകറിയും കൂടി എടുത്തോ. അതെന്താ ചോദിച്ചത്? പതിവില്ലാത്ത പോലെ കപ്പയും മീനും കൂട്ടി കള്ളൂടി. ഇനി എനിക്ക് ഇങ്ങനെ കുടിക്കാൻ പറ്റിയില്ലെങ്കിലോ? കാശിക്ക് പോവാ. ഇതെന്റെ ഒടുക്കത്തെ കുടിയാണെങ്കിലോ? ഒരുപാട് ചിരിക്കണ്ട. എന്റെ മാത്രമല്ല, സകലവന്മാരെയും കൂടി ഉടൻ നിൽക്കും. എന്താ ചോദിച്ചത്? അങ്ങനെ പുതിയ കരിങ്കണ്ണൻ ജനിക്കാൻ പോകുന്നത്, പുതിയ കരിങ്കണ്ണൻ ജനിക്കാൻ പോകുന്നത്, കരിങ്കണ്ണൻ ജനിക്കാൻ പോകുന്നത്. സമയം 11:40 കഴിഞ്ഞു. 12 മണിക്ക് മുമ്പ് എന്തായാലും പ്രസവം ഉണ്ടാവില്ലല്ലേ? ഏയ്, വയറ്റാട്ടി വന്നില്ലല്ലോ. വിളിക്കാൻ പോയവൻ വഴി കിടന്ന് പറ്റോ? ഒരുപാട് കരച്ചിലും വീഴ്ചയൊന്നും വേണ്ട. ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളും വെറും ഈ നാണി ഇത് ഒരുപാട് കണ്ടിട്ടുള്ളതാ. കരയാതെ പെണ്ണേ. സമയം 11:45. ഇനി 15 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. അതിനുമുമ്പ് എന്തായാലും പ്രസവം ഉണ്ടാവില്ല. നേരം വെളുത്താ വന്നോ അതോ കൂടോത്രോ വൈകുന്നേരമായ വെള്ളോടിയും തപ്പി കിടക്കേ. അമ്പത്തഞ്ചായി. ഇനി 5 മിനിറ്റ് കൂടി ഉണ്ട്.
പ്രസവിച്ചു ആൺകുട്ടിയാ പക്ഷേ കുട്ടിക്ക് അനക്കല്ല. എവിടെ കിട്ടിടായി വൈറ്റാണ്ടിനെ അവക്ക് ഭ്രാന്ത കൊച്ചിനൊരു കുഴപ്പമില്ല ഇല്ലടാ. കുഞ്ഞിനെ ആദ്യം കൈനീട്ടിയെടുക്കുന്ന രക്തബന്ധത്തിൽപ്പെട്ട ആൾക്ക് അപമൃത്യു വരെ സംഭവിക്കാം.